4 ഡോക്ടർമാരും തള്ളിയതാ. എൻ്റെ നാട്ടുകാരോട് എനിക്ക് എന്തെങ്കിലും സഹായം ചെയ്ത് എന്നെ രക്ഷിക്കാമെങ്കിൽ രക്ഷിക്കട്ടെ. പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്കാരം. ആരോരും സഹായമില്ലാതെ രോഗത്താൽ വളരെ ബുദ്ധിമുട്ടുന്ന, അതോടൊപ്പം തന്നെ ഇപ്പോൾ വീടുൾപ്പെടെയുള്ള സ്ഥലം ജപ്തി ഭീഷണി നേരിടുന്ന ഒരമ്മയുടെ ദുഃഖങ്ങളിലേക്കാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ക്ഷണിക്കുന്നത്. എന്തായാലും ഈ അമ്മയോട് തന്നെ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചു വരാം. അമ്മ, എന്താണ് ഇപ്പോഴത്തെ പ്രശ്നം അമ്മയുടെ? എനിക്ക് സുഖമില്ല. എനിക്ക് ജോലിക്കൊന്നും പോകാൻ വയ്യ. ഞാൻ മൈക്കാട് പണി ചെയ്ത് കുഞ്ഞുനാളി മുതൽ എൻ്റെ 2 മക്കളെ ഞാൻ കുഞ്ഞുനാളി മുതൽ കഷ്ടപ്പെട്ട് വളർത്തി. അവർക്കും വലിയ ഒന്നുമില്ലാത്തടത്ത് ഒരു പാവപ്പെട്ട ഒരു ചെറുക്കനാണ് ഒന്ന് കൊണ്ടുപോയത്. ഒന്നിനും വലിയ ഇതൊന്നുമില്ല. അവരെയും നമുക്ക് സഹായമൊന്നുമില്ലാതെ ഇങ്ങനെ കഴിയുകയാണ്. അപ്പോൾ എനിക്ക് കൂലിപ്പണി ചെയ്യാൻ വയ്യ. മൈക്കാട് പണിയായിരുന്നു. ഇപ്പം വർഷങ്ങളായി എനിക്ക് കാല് വയ്യാതായിട്ട് ഞാനിപ്പം ജോലിക്കൊന്നും പോകാൻ വയ്യാതെ ഇരിക്കുവാണ്. എനിക്ക് മരുന്ന് വാങ്ങിക്കാൻ പോലും നിവർത്തിയില്ല. അടുത്തൊരു വീട്ടിൽ പോയി ജോലി ചെയ്ത് നിത്യവൃത്തിയെങ്കിലും കഴിയുന്നത്. ഈ രണ്ട് പെൺമക്കളാണ്. 2 പെൺമക്കളാണ്. അമ്മയെ സഹായിക്കാനുള്ള സാമ്പത്തികം ഒന്നുമില്ല. അപ്പൊ അമ്മയ്ക്ക് ഇപ്പൊ ഈ വിവാഹത്തിനും മകളുടെ വിവാഹത്തിന് വേണ്ടിയാണോ? അല്ല, 1.5 ലക്ഷം രൂപയെ അവിടെ വിവാഹത്തിനെടുത്തുള്ളൂ. ബാക്കി എൻ്റെ വയ്യാത്തതിന് വേണ്ടി പ്രശ്നം? എൻ്റെ മുട്ടിന് അസ്ഥിക്ക് തേയ്മാനമാണ്. വേറെ ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എവിടെയാണ് ട്രീറ്റ്മെന്റ് നടത്തുന്നത്? ഞാനിപ്പോൾ ഓർത്തോഡോയുടെ ഗുളിക കഴിക്കുക. 4 ഡോക്ടർമാരും തള്ളിയതാ. മനോജ് ഡോക്ടർ, ജീവൻ ഡോക്ടർ, പിന്നെ നമ്മുടെ ജോൺ പീറ്റർ, പിന്നെ കാഞ്ഞിരപ്പള്ളിയിലെ ഒരു ഡോക്ടർ. എല്ലായിടത്തും പോയിട്ട് ഒരു മാറ്റം ഉണ്ടാവത്തില്ല. പിന്നെ ഈ ആയുർവേദം കഴിച്ച് ഇച്ചിരി ഒരു ഇത് വന്നത്. അല്ലാതെയുള്ള ചികിത്സിക്കാനുള്ള പൈസ ഒന്നുമില്ല. ഇപ്പൊ എത്ര ലോൺ അടയ്ക്കാനുണ്ട്? ഇപ്പൊ 6 ലക്ഷം രൂപ ലോൺ അടയ്ക്കണം. അപ്പൊ ഒരു ജപ്തി നോട്ടീസ് തന്നിരിക്കുകയാണ്. എത്ര നാളായി തന്നിട്ട്? 1.5 വർഷത്തിൽ കൂടുതലായി ജപ്തി ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിപ്പം അളവ് കഴിഞ്ഞിട്ട് 12-ാം തീയതി ആയിരുന്നു അളവ്. അതിന് കൊണ്ടുവന്ന് നോട്ടീസ് തന്നു. ഇനിയിപ്പോൾ 2 മാസത്തെ അവധി തന്നേക്കുവാണ്. ഈ 2 മാസത്തിനകം പൈസ അടച്ചോണമെന്ന് പറഞ്ഞു. പലിശ ഇളവൊന്നുമില്ല? പലിശയൊന്നും ഇളക്കത്തില്ലെന്ന് പറഞ്ഞു. അത് പിന്നെ പിഴ പലിശ മാത്രം ഇളവ് ചെയ്തു തരും. അപ്പൊ 3 ലക്ഷം രൂപ മാത്രം എടുത്തിട്ട് അത് 6 ലക്ഷമായി മാറി. 6 ലക്ഷം രൂപ അടച്ചെങ്കിൽ മാത്രമേ പിഴ പലിശ ഒഴിവാക്കി തന്നെ 5 ലക്ഷം രൂപ അടച്ചേ പറ്റും. 5.5 ലക്ഷം രൂപയെങ്കിലും അടച്ചെങ്കിലേ പറ്റുള്ളൂ. മക്കൾക്കൊന്നും നിവർത്തിയില്ല. അമ്മക്ക് ജോലിക്ക് പോകാനും പറ്റത്തില്ല മക്കളെ. നാട്ടുകാരെന്തെങ്കിലും എന്തുവാ നമ്മുടെ നാട്ടിലെ ആളുകൾ എന്താ അമ്മയ്ക്ക് പറയാനുള്ളത്? എൻ്റെ നാട്ടുകാരോട് എനിക്ക് എന്തെങ്കിലും സഹായം ചെയ്ത് എന്നെ രക്ഷിക്കാമെങ്കിൽ രക്ഷിക്കട്ടെ. 12 സെന്റ് വസ്തുവും വീടുമാണ്. വീടെന്ന് പറഞ്ഞാൽ വീടും പൊളിഞ്ഞിരിക്കുക. മൊത്തവും പൊളിഞ്ഞിരിക്കുന്നതാണ്. കണ്ടില്ലയോ? അപ്പം എന്തെങ്കിലും ആരെങ്കിലും സഹായിക്കുമെങ്കിൽ സഹായിക്കട്ടെ. വളരെ ബുദ്ധിമുട്ടിലാണ് പോകുന്നത്. വീട്ടു ചെലവിനും പോലും എനിക്ക് നിവൃത്തിയില്ല. ഞാൻ അതുകൊണ്ടാണ് ഒരു വീട്ടിൽ പോയി കൂലിപ്പണി അവർ തരുന്നത് കൊണ്ട് ചെലവ് കഴിയുന്നത്. പ്രിയമുള്ള പ്രേക്ഷകരെ, അമ്മ കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞു. ഏനാദിമംഗലം ഗ്രാമപഞ്ചായത്തിലെ കുന്നടയാണ് അമ്മയുടെ വീട്. 2 പെൺമക്കളായിരുന്നു. അവരെ കെട്ടിച്ചു വിട്ട്. അവർക്ക് വലിയ സാമ്പത്തികമൊന്നും ഇല്ലെന്നാണ് അമ്മ സൂചിപ്പിച്ചത്. മൈക്കാട് പണി ഏകദേശം 30 കൊല്ലത്തോളം അമ്മ മൈക്കാട് പണിയൊക്കെ ചെയ്താണ് ഇപ്പോൾ അവരെയൊക്കെ പഠിപ്പിച്ചതും കെട്ടിച്ചു വിട്ടുകയും ചെയ്തത്. പക്ഷേ അവർ വിവാഹ ആവശ്യത്തിനും അമ്മയ്ക്കിപ്പം എല്ലിന് തേയ്മാനം വന്ന ഒരു രോഗമാണ്. നിരവധിയായ ആളുകളെ കണ്ട്, ഡോക്ടർമാരെ കണ്ട് പരിശോധന നടത്തിയിട്ടും അവർക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. വലിയ ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ അമ്മയ്ക്ക് പൈസയുമില്ല. ഇപ്പോൾ ആകെ ഉണ്ടായിരുന്ന ഈ 12 സെൻറ്റ് വസ്തുവും വീടും ഇപ്പോൾ ജപ്തി ഭീഷണിയിലാണ്. ഏനാദിമംഗലം സർവീസ് സഹകരണ ബാങ്കിൽ ഈ വീടിൻ്റെ ആധാരം വെച്ച് അവർ ലോൺ എടുത്തതാണ്. 3 ലക്ഷം രൂപ എടുത്താണ്. ഇപ്പോൾ 6 ലക്ഷം രൂപ പലിശ ഉൾപ്പെടെ വന്നിരിക്കുകയാണ്. അവർക്ക് യാതൊരു നിവൃത്തിയുമില്ല. 2 മാസത്തിനുള്ളിൽ പൈസ അടച്ചില്ല എങ്കിൽ ഈ വീട് അവർ അറ്റാച്ച് ചെയ്തുകൊണ്ട് വിൽക്കുവാനോ ലേലത്തിൽ വെക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് എന്ന് തന്നെയാണ് അമ്മ നമ്മളോട് പറഞ്ഞത്. ഈ വാർത്ത കേൾക്കുന്ന പ്രിയപ്പെട്ട നല്ലവരായ പ്രേക്ഷകർ, ഈ അമ്മയെ സഹായിക്കാൻ ആവശ്യമായ എന്തെങ്കിലും നടപടി അല്ലെങ്കിൽ നിങ്ങളുടെ സഹായം ഉണ്ടാകണമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഈ വാർത്ത ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ഈ അമ്മയെ സഹായിക്കാൻ ആവശ്യമായ എന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ നിങ്ങൾ ഓരോരുത്തരും തയ്യാറാകുന്ന പ്രതീക്ഷയിൽ കുന്നരയിൽ നിന്നും ക്യാമറമാൻ സാധിക്കുന്നപ്പം അജിത് പട്ടാഴി, വാർത്ത 24.